ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു നിഷാസ് വേൾഡ് ചാനൽ. നിഷാസ് വേൾഡ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ? സുഖം തന്നെയല്ലേ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. കുഞ്ഞുമക്കളൊക്കെ വെക്കേഷനിലാണ്, ഓടി ചാടി നടക്കുന്നൊക്കെ തിരക്കിലായിരിക്കും അല്ലേ? അവരൊക്കെ കളിച്ച് നടക്കട്ടെ. സ്കൂൾ തുറക്കാൻ ഇനി അധികം ഇല്ല, ഒരു മാസമൊന്നും ഇല്ലല്ലോ. രണ്ടാഴ്ചയും കൂടെ കഴിഞ്ഞാൽ സ്കൂൾ തുറക്കുകയായി. അതുവരെയുള്ള കളികളല്ലേ, അവർ ആർത്തുല്ലസിക്കട്ടെ അല്ലേ. അപ്പൊ നമുക്ക് നമ്മളുടെ വ്ളോഗിലേക്ക് വന്നാലോ? ഇന്ന് പ്രത്യേകിച്ച് എന്ന് പറയാൻ ചെടി നനയ്ക്കുകയാണ് കേട്ടോ. ചെടി നനയ്ക്കട്ടെ. പിന്നെ ഒരു കാര്യം, എന്റെ ട്രൈപോഡ് കംപ്ലൈന്റ് വന്നു. ഞാനിപ്പോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എടുത്തതായിരുന്നു, ആകെ നിലത്ത് വീണ് പൊട്ടി. അപ്പോ ട്രൈപോഡ് കിട്ടിയില്ല. അപ്പൊ ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു ചെടിച്ചട്ടിയിലൊക്കെ കൊണ്ടുവച്ചിട്ടാണ് ഇപ്പൊ വ്ളോഗ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ വിങ്കാറോസും കൂടാതെ ഫസ്റ്റിൽ നമ്മൾ കണ്ടില്ലേ, വീഡിയോയുടെ ഫസ്റ്റ് കണ്ടുള്ള തെച്ചി നല്ല ഭംഗിക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അത് ഞാൻ വാങ്ങിക്കൊണ്ടുവന്ന് ചെടിച്ചട്ടിന്നൊക്കെ മാറ്റി വേറൊരു ഇവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ ചട്ടിയിലേക്ക്, മൺചട്ടിയിലേക്ക് മാറ്റി വളമൊക്കെ ഇട്ട് കൊടുത്ത് വന്നപ്പോ ഉഷാറായിട്ട് വരുന്നുണ്ട്. അപ്പൊ ആദ്യം കൊണ്ടുവരുമ്പോ തന്നെ പൂവുണ്ടായിരുന്നു, അതെല്ലാം കൊഴിഞ്ഞു പോയപ്പോ ഞാൻ എന്ത് ചെയ്തു, അവിടെ വെച്ചിട്ടൊന്ന് വെട്ടിക്കൊടുത്തു. അപ്പൊ അവിടെ തളിർത്ത് വരുന്നുണ്ട്. പിന്നെ വേറെ പൂവിട്ടു. നല്ല ഭംഗിയല്ലേ, ഏത് സമയം പൂവിടുന്ന ഒരു ചെടിയാണത് അല്ലെ. അപ്പൊ ആ പൂക്കൾ കാണാൻ വളരെ ഭംഗിയാണ്. അപ്പൊ അതിനൊക്കെ ഒന്ന് നനച്ചു കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ ഞാൻ ചെടിയുടെ ഒക്കെ കടയ്ക്കൊന്ന് മണ്ണിളക്കിയിട്ട് വളം ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിനുവേണ്ടി ഞാൻ എടുത്തുള്ളത് ചട്ടകം പോലത്തെ ഒരു ഇതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പൊ മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കട്ടെ, വളമൊക്കെ ഇട്ട് കൊടുക്കണം, എന്നിട്ട് നനച്ചു കൊടുക്കണം. കുറച്ച് നനച്ചു കൊടുത്തു. ഇനി മണ്ണൊക്കെ ഇളക്കി കഴിഞ്ഞ് ചെടിയുടെ ഇട്ട് കൊടുത്ത വളമൊക്കെ എല്ലായിടത്തേക്കും ഒന്ന് ആക്കണ്ടേ. എന്നിട്ട് മേലെ കുറച്ചുകൂടെ മണ്ണിട്ട് കൊടുത്തിട്ട് വെള്ളമൊഴിച്ച് നനച്ച് റെഡിയാക്കി വെച്ചാൽ ഒരാഴ്ച ആകുമ്പോഴേക്കൊക്കെ എല്ലാതും പൂവിട്ട് വന്നോളും. ഇനി നമ്മളുടെ അടുത്തൊരു ജോലി എന്ന് പറഞ്ഞാൽ, നമ്മൾ കുറെ വിങ്കാറോസ് നട്ടിട്ടുണ്ട്, ചിലതിൽ പൂവിട്ട് വന്നിട്ടുണ്ട്, വലുതായിട്ടും വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് വെട്ടി വേറൊരു ചട്ടിയിലേക്ക് മാറ്റേണ്ടതുണ്ട്. അപ്പൊ ഞാൻ ചട്ടിയൊന്നും വാങ്ങിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അത് വെട്ടിക്കൊടുത്തിട്ടില്ല. അപ്പൊ അത് വെട്ടിക്കൊടുത്തു കഴിഞ്ഞാലാണ് അതിൽ നിറയെ പൂക്കൾ ഉണ്ടാവുക. അപ്പൊ അതാണ് ഇനി അടുത്ത ദിവസത്തെ ജോലി. അപ്പൊ ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ പോകുന്നു കേട്ടോ. പിന്നെ വേറെ എന്താണ്, എല്ലാവരും വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി വീണ്ടും കാണാം. ഓക്കെ, ബൈ.